കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 31 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങളൊരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 2 വിശുദ്ധരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. സഭയിൽ തീമോത്തിയും തീത്തോസും. 2 പേരും പൗലോസ് അപ്പോസ്തലന് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും എഴുതിയ ലേഖനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് കുടുംബ പാരമ്പര്യം, കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ തന്നെ സെമിനാരിയിലേക്കോ കോൺവെൻറ്റിലേക്കോ ഒക്കെ വിദ്യാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. എന്നാലും നമുക്ക് കാണാൻ സാധിക്കും, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ഈ 2 വ്യക്തികളും ഇവർ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരാൾ യഹൂദ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ വിജാതീയ പശ്ചാത്തലം. പക്ഷേ ഈ 2 പേർക്കും ദൈവാനുഭവമുണ്ടായി, വചനത്തിൻ്റെ അഭിഷേകമുണ്ടായി, വിശുദ്ധരാകാൻ സാധിച്ചു. 2 പേരെയും ഇന്ന് സഭയിൽ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നു. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായത് നമ്മുടെ ജീവിതത്തിൽ ഉദിക്കണം. ഉദിക്കുമ്പോഴാണ് അപൂർണമായത് അത് അപ്രധാനമാകുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇനി അതല്ല എങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ദൈവാനുഭവം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ മറ്റു പലതിനും നമ്മൾ അമിത പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ എത്തേണ്ടിടത്ത് എത്താതെ പോകുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാം. അത് വരരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ക്രിസ്ത്യാനികളായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഓജസ്സും തേജസ്സുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വിദേശത്തെ ഏതാണ്ട് അതേ കൾച്ചർ ഇന്ന് ഇവിടെയും ബാധിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയാൻ റെഡിയാകുന്ന കുട്ടികളെ കാണാൻ പറ്റും. ഞാൻ അങ്ങനെ എല്ലാ ദൈവങ്ങളിലും വിശ്വാസമാണ്, അല്ലെ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊക്കെ ഒരു ഫാഷനായിട്ട് കാണുന്ന കുട്ടികളെ കാണാൻ പറ്റും. ഇന്ന് ചില അഡൽട്ട്സും മുതിർന്നവരും ഒരു പക്ഷേ അതിലേക്ക് വഴുതി വീഴുന്നത് കാണാൻ പറ്റും. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തെ പ്രതി നമുക്ക് അഭിമാനിക്കാൻ പറ്റണം. ഞാനൊരു വിശ്വാസിയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ ലജ്ജിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ ലജ്ജിക്കരുത്. എന്നൊരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം, ഞാൻ ഈ വിശ്വാസ ജീവിതവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടും എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത്രയും സഹനം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നവർ. നീ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ മതി, നിങ്ങൾ ഇന്നടത്ത് പോയി ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് നിരക്കാത്ത ചില കാര്യങ്ങളാണ്, കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ റെഡിയാവും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ പ്രതി സഹിക്കുന്നതിനേക്കാൾ
വിശ്വാസം പരിത്യജിച്ചുകൊണ്ട് പോലും എൻ്റെ കാര്യം നടന്നു കിട്ടണം എന്ന് ചിന്തിച്ചു പോകുന്നത് അത് വളരാത്ത ക്രിസ്ത്യാനികളാണ്. ആത്മീയതയിൽ വിശ്വാസത്തിൽ വളർന്നിട്ടില്ലാത്തവരുടെ ഒരു ചിന്താഗതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത്. ഇന്ന് ഈ ശുശ്രൂഷ നടക്കാത്തത് കൊണ്ട് കെട്ടിക്കിടക്കുന്ന ദൈവാനുഗ്രഹങ്ങളുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് കിട്ടുക. വിശ്വാസികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വിശ്വസിക്കുന്നവർക്കാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ അഭിമാനത്തോടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഒഴുകി വരുന്ന ദൈവാനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ സഭയിൽ അനുസ്മരിക്കുന്ന 2 വിശുദ്ധരും അവർ സധൈര്യം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവരാണ്. സന്തോഷത്തോടെ അവരുടെ ജീവിതം സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് മുന്നേറിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി അതിൻ്റേതായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ, ഏറ്റവും വലിയ അനുഗ്രഹം അവർ വിശുദ്ധരായി തീർന്നു. ഇന്ന് ലോകം മുഴുവൻ അവരെ വിശുദ്ധരായിട്ട് ആദരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്ത് മുന്നേറുന്ന ഓരോ ക്രിസ്ത്യാനിക്കും ഈ ഭാഗ്യം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് വചനം കേൾക്കാൻ പറ്റണം, ആ വചനത്തിൽ നിലനിൽക്കാൻ സാധിക്കണം, അങ്ങനെ ശിഷ്യത്വം ഏറ്റെടുക്കാൻ പറ്റണം. ഇതൊരു ആത്മീയ പക്വതയെക്കുറിച്ച്, ആത്മീയ വളർച്ചയെക്കുറിച്ച് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് തീത്തോസിനെ പൗലോസ്ലീഹ തൻ്റെ മകൻ, യഥാർത്ഥ മകനെന്ന് വിളിക്കുന്നത് കാണാൻ പറ്റും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഈ ഫിസിക്കൽ സൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരപ്പൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച മകൻ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബന്ധമാണ് സ്പിരിച്വൽ സൺഷിപ്പ്. അതായിരുന്നു പൗലോസിന് തീത്തോസിനുണ്ടായിരുന്നു. തീത്തോസിനോട് കാണിച്ച ആ ഒരു ബന്ധം, എൻ്റെ മകനെ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ രക്തബന്ധത്തെക്കാൾ ശക്തമായൊരു ബന്ധമായിട്ട് കർത്താവ് എടുത്ത് കാണിച്ച ഒരു ബന്ധമാണ് വചനബന്ധം. അതുകൊണ്ടാണ് നിൻ്റെ അമ്മയും സഹോദരങ്ങളും അവിടെ നിൽക്കുന്നു, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യം, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? എന്നിട്ട് വചനം പാലിച്ച് ജീവിച്ച വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരൊക്കെയാണ് ആ കൂട്ടത്തിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് രക്തബന്ധത്തെക്കാൾ വചനബന്ധത്തെ ശക്തമാണ് എന്നുള്ളത് കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഇത്ര വലിയ ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിന് നമ്മൾ വചനം കേട്ടാൽ പോരാ, വചനത്തിൽ നിലനിൽക്കണം, വചനം പാലിക്കുന്നവരായിട്ട് മാറണം. ഇനി അങ്ങനെയുള്ളവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തമാണ് എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ സ്വർഗത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായിട്ട് മാറാൻ പറ്റണം. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാൻ പറ്റണം. അതുകൊണ്ടാണ് ഒരു വിശുദ്ധൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ എത്ര നിസാരമെന്ന് എനിക്ക് മനസ്സിലാകുക. ഞാനാകപ്പാടെ ഈ ഭൂമിയിലേക്ക് നോക്കിയാണ് എൻ്റെ നടപ്പ്, ഭൂമിയിലെ കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധ എങ്കിൽ ഈ സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഫലമെടുക്കാനും നമുക്ക് സാധിച്ചെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ്, എനിക്കും ഒരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധയാകണം എന്നുള്ള ചിന്ത. അതിനേക്കാൾ മഹനീയമായൊരു ചിന്ത നമുക്ക് ലഭിക്കാനില്ല, അതിനേക്കാൾ മഹനീയമായൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല. എന്ന് പറഞ്ഞാൽ വിശുദ്ധനാകാൻ, വിശുദ്ധയാകാനായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൾ, അതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ള പ്രവർത്തികൾ. ഈ ഒരു കാര്യം ബോധ്യമായി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരായ തീമോത്തിയെയും തീത്തോസിനെയും പ്രത്യേകം അവരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.